നോർത്ത് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിനു സമീപം പ്രവർത്തിക്കുന്ന യൂറോ കിഡ്സ് പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ചെറായി ബീച്ചിൽ ലില്ലിപുട്ട് റെസ്റ്റോറൻറ്റ് ഹാളിൽ വെച്ച് പാരൻസ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് മീറ്റിംഗ് നടന്നു. സ്കൂൾ ഡയറക്ടർ AK നസീമ നേതൃത്വം നൽകി. ഞങ്ങൾ യൂറോ കിഡ്സ് പറവൂർ ഞങ്ങളുടെ പാരൻസും ടീച്ചേഴ്സുമായിട്ടുള്ള ഒരു മീറ്റിങ്ങും പിന്നെ സ്കൂളിൽ വെച്ച് നടത്തിയ ഒരു കൾച്ചറൽ പ്രോഗ്രാം കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മാന വിതരണം അതൊക്കെ കൂടെ ചേർത്താനും നടന്നത്. ഫോർമലായിട്ടുള്ള പരിപാടികളൊക്കെ നടന്നു. ഇനി ഒരു റിഫ്രഷ്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പേരൻസൊക്കെ അവിടെ ബിസിയാണ്. കൂടെ ടീച്ചേഴ്സും പേരൻസുമായിട്ടുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. വർഷാന്ത്യമാകുകയല്ലേ. ഞങ്ങളുടെ പേരൻസ്, അവരുടെ ഗ്രാൻഡ് പേരൻസ്, കുട്ടികൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു വേദി. കൂടാതെ ഇവിടുത്തെ ഒരു കുട്ടി ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് കൂടാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. എല്ലാവരും ഹാപ്പിയാണ്. താങ്ക് യു. പാരൻസ് പ്രതിനിധിയായി ബിറ്റി മോഹൻ സംസാരിച്ചു. എൻ്റെ മകൻ സ്പർശ് നമ്മൾ അവൻ്റെ ഒരു പ്രീ സ്കൂളിംഗ് സെർച്ചിങ്ങിൻ്റെ എൻഡ് വന്നെത്തിയത് നമ്മുടെ യൂറോ കിഡ്സിലാണ്. യൂറോ കിഡ്സ് അപ്പം നമുക്കിപ്പോൾ നോർത്ത് പറവൂരിൽ പുതുതായിട്ട് കറക്റ്റായിട്ടത് തുടങ്ങി കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം സോ ഹാപ്പി. ഫൈനലി ഐ കുഡ് ഫൈൻഡ് ഇങ്ങനെ ഒരു സ്ഥാപനം കണ്ടുപിടിക്കാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് അവൻ്റെ ഇപ്പോൾ 3 years വരെയുള്ള ആ ഒരു നേച്ചറിൽ നിന്ന് ഇപ്പോൾ അവൻ ഒരുപാട് ഗ്രൂംഡാണ്. ആൻഡ് ടീച്ചേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൽ ആണെങ്കിലും എല്ലാവരും വളരെയധികം അവരെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഗ്രൂം ചെയ്യാൻ പറ്റും. അതുപോലെ എനിക്ക് അത്യാവശ്യം കുറച്ച് ബിസി സ്കെഡ്യൂളുള്ള ആളാണ് ഞാൻ. സോ എൻ്റെ ഒരു ആബ്സെൻസ് അവനെ അറിയിക്കാതെ അവർ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വളരെ ഹാപ്പിയാവും ആക്ച്വലി യൂറോ കിഡ്സിൻ്റെ ഈ ഒരു സപ്പോർട്ടും ഇതും നമ്മളുടെ കുട്ടിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. താങ്ക് യു. കുട്ടികളുടെ കലാപരിപാടികളും രക്ഷാകർത്താക്കളുമായുള്ള അഭിമുഖവും സമ്മാനദാനവും സ്നേഹവിരുന്നും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.